കവർ ചെയ്യാൻ പറ്റുമോ? നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നിട്ട് ഒരു അണ്ണൻ്റെ സ്നേഹത്തോടു കൂടി തങ്കച്ചിയെ പറ്റി പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം അവിടെ പോയി ഛർദ്ദിച്ച് വഷളാവുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. അതിന് ബിഗ് ബോസിൻ്റെ അടുത്തുനിന്നൊരു വാർണിംഗും കിട്ടി. സീരിയസ്ലി ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇവൻ എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞു കൊടുക്കും എന്ന് വിചാരിച്ചില്ല. കാരണം എന്താ വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന് സീക്രട്ട് ഏജൻറ്റ് ഇതിലൊക്കെ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ അവിടെ സ്ട്രോങ് കോംബോ ആണ്, അവരെന്നെ അവിടെ അതിനുള്ളിൽ നടന്നു പോകുന്നതാണ് അവനിഷ്ടം, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തി നേരെ അതിനൊക്കെയുള്ളിൽ കയറുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോംബോ ബ്രേക്ക് ചെയ്യാനാണ്. അവിടെ തന്നെ ഇനിയിപ്പോൾ അത് നിലപാടിൻ്റെ ഡിഫറൻസ് ആണോ അതോ ഇതിന് സായിയുടെ ഗെയിമാണോ എന്നുള്ള അറിയില്ല. പക്ഷേ എന്ത് ഗെയിം ബിഗ് ബോസിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിൻ്റെ റൂൾ ബുക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഒന്ന്, സായി അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ ചാനലിലൂടെ ബിഗ് ബോസ് ഇത്രയും സീസൺസായിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുള്ളിൽ കയറി ചെന്നിട്ടുള്ള വൈൽഡ് കാർഡ്സിനെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഒരുപക്ഷെ സിജോയെ പോലെ ബിഗ് ബോസ് എന്ന ഷോനെ കുറിച്ച് A to Z കാര്യങ്ങളും അതിൻ്റെ എല്ലാ റൂൾസും എല്ലാ സംഭവങ്ങളും അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ ചെന്നിട്ട് ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ 360 ഡിഗ്രിയിൽ ക്യാമറാസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് അതിന് അഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി പുറത്ത് നിങ്ങൾ എയറിൽ പോവും. പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് സീക്രട്ട് ഏജൻറ്റ് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. ഇതിന് മുന്നുള്ള ഷഫീന ബീവി ഇഷ്യൂസ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ സീക്രട്ട് ഏജൻറ്റിനെ മനഃപൂർവ്വം എയറിൽ കയറ്റാൻ ഇത്രയധികം ആൾക്കാർ പുറത്തുണ്ടെന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. ഇതിനൊക്കെ പുറമെ ബിഗ് ബോസ് എന്നൊരു ഷോ, അതായത് ലോകത്തിന് ഗതി അറിയാതെ അതറിയാതെ ഇതറിയാതെ എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിൽ ചെന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ പുറത്തെ കാര്യങ്ങൾ ഉള്ളിലെത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആരെന്ത് ന്യായീകരിച്ചു കഴിഞ്ഞാലും അതിനൊരു ന്യായീകരണമില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിന് സായി കൃഷ്ണൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇത്രയും സംഗതി ഇന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്റ്റുപ്പിഡിറ്റി ആയിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൽ ചെറിയൊരു പോസിബിലിറ്റി എൻ്റെ ഭാഗത്തു നിന്ന്, പക്ഷേ അത് എത്രത്തോളം സായി കൃഷ്ണനെ പോലെ ഒരു വ്യക്തി അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ പുള്ളിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ ആയിക്കൂടായുമില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്നിട്ടുള്ള പരിപാടി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് പുറത്ത് എല്ലാവരും അറിയപ്പെടുന്നതും. ആ ഷോൻ്റെ ഇപ്രാവശ്യത്തെ ഷോൻ്റെ പല കാര്യങ്ങളും റോബിൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആണെന്നുണ്ടെങ്കിലും പലരും പറഞ്ഞിട്ടുള്ള സംഗതി കൊണ്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് ആണെന്നും അതിനുള്ളിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ പ്രേക്ഷകർ കാണുന്ന രീതിയിലല്ല അതിനുള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് എഡിറ്റഡ് ആണ്. ഒന്നും കൂടി പച്ചയായ മലയാള ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഊടായ്പ പരിപാടിയാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിന് വളരെ എക്സാമ്പിളായിട്ട് ഇപ്രാവശ്യം ജാസ്മിൻ ജാഫറിൻ്റെ ബാപ്പ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വിളിച്ച് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ജാസ്മിൻ ജാഫർ സ്വന്തം ബാപ്പ പറഞ്ഞല്ലേ, സ്വന്തം തന്ത അവളുടെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തന്ത പറഞ്ഞിട്ട് പോലും അവൾ മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം സായി കൃഷ്ണൻ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ സായി കൃഷ്ണൻ പറഞ്ഞ കാര്യം കൊണ്ട് ഒരു 99% ജാസ്മിൻ ആൻഡ് ഗബ്രി മാറാൻ ചാൻസോടെ ഉണ്ട്. ആ കോംബോ പിരിയാൻ പോവാണ്. റീസൺ എന്താ വെച്ചാൽ സായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടത് ജാസ്മിൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയായിട്ടുള്ള അഫ്സൽ വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് വിവി എന്ന ചാനലിലൂടെ, വിവി ഹിയർ എന്ന ചാനലിലൂടെ വിവി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ റിയാക്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ ജാഫറിന്, സോഷ്യൽ മീഡിയയിലുള്ള ജാസ്മിൻ ജാഫറിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഭവം എത്തിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ഇഷ്യൂ എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ആയിരിക്കും ആൾക്കാർ അതെടുത്തിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഹിൻ്റൊക്കെ കൊടുക്കേണ്ടതായ രീതിയിൽ സീക്രട്ട് ഏജൻറ്റ് കൊടുത്തു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടറിയില്ല, ഇത്രയും അധികം ഇൻഫർമേഷൻ സീക്രട്ട് ഏജൻറ്റ് അവിടെ നിന്ന് പറയുമ്പോഴും ഒരു അക്ഷരം പോലും അവിടെ ബിഗ് ബോസ് എന്ന ആ ഒരു സംഗതി അദൃശ്യൻ അല്ലെങ്കിൽ ദൃശ്യനായിട്ടുള്ള ഒരു വ്യക്തി അതുവരെ മിണ്ടിയിട്ടില്ല. കാരണം ഈ കാര്യങ്ങളെല്ലാം, ഈ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനുള്ളിലേക്ക് കൺവേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സായി എന്നും പറഞ്ഞിട്ട് സായിനെ വോൺ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു സംഗതിയാണ്. കാരണം ഈ ഒരു ഇഷ്യൂ അവിടെ തീർന്നു കഴിഞ്ഞ്, ഈ സംസാരം തീർന്ന് പ്രോപ്പർലി ഇത് കൺവേ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ഇത് ചെയ്യരുതെന്ന് സായി ചെയ്ത് തെറ്റാണ് മറ്റുള്ളവരോടും കൂടി കൂട്ടി വോൺ ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നത്. അവിടെ സീക്രട്ട് ഏജൻറ്റിലൂടെ ബിഗ് ബോസ് കളിച്ചിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചിങ് കളിയാണോ ഇത് എന്ന് വരെ എനിക്ക് ചെറിയൊരു സംശയം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിയെ രക്ഷിച്ചെടുക്കാനുള്ള പല ശ്രമങ്ങളും നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിനായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എവിടേക്കോ ജാസ്മിൻ ജാഫറിന് കപ്പ് കൊടുക്കാനും രക്ഷിച്ചെടുക്കാനും ബിഗ് ബോസ് പെടാപ്പാടുപെടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബലിയാടായതാണോ സായി കൃഷ്ണൻ എന്നറിയില്ല. പക്ഷേ പുറത്തറിയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന സായി കൃഷ്ണൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കാൻ ചാൻസ് ഇല്ല.
പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശക്തിയാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന ശക്തിക്ക് നിങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും എന്ത് ചെയ്യാനും പറ്റും. നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാം സമർപ്പിച്ച് ബിഗ് ബോസിനടിയിൽ കാൽക്കൽ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതം, ലൈഫും, ഫ്യൂച്ചറും, പാസ്റ്റും എല്ലാം സമർപ്പിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇമേജ് എന്തായിരിക്കും, പുറത്തെന്തായിരിക്കും എന്നുള്ളത് ഇഫ് യു ഡോണ്ട് കെയർ യു കനോട്ട് ഹെൽപ്പ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി ജസ്റ്റ് തോന്നിയ സമയത്തും ജസ്റ്റ് തോന്നിയപ്പോൾ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നിപ്പോയി. ഇനി ഇത് ബിഗ് ബോസിൻ്റെ കളിയാണോ എന്നുള്ളത് അറിയില്ല. എന്താണെന്നെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.